അന്ന് സ്വർണം 3000-4000 ഉള്ളൂ. ഒരു 100 ഗ്രാം മേടിച്ചാൽ വല്ല വിഷമമുണ്ടോ? അന്ന് മറ്റേ ഈ സ്റ്റോക്ക് ഇൻഫോസിസ് 20 രൂപയ്ക്ക് വന്നാണ്. കുറച്ച് സ്റ്റോക്ക് മേടിച്ച് വെച്ചാൽ പോരെ. ഇത് സ്ഥിരം ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കേട്ടിട്ടുമുണ്ട്. പക്ഷേ വാട്ട് ഹിറ്റ് മീ വാസ് വൺസ് വെൻ വി വർ ഹാവിംഗ് ദിസ് കോൺവെർസേഷൻ ആൻഡ് ഐ ആസ്ക്ഡ് എ ഫ്രണ്ട് ദാറ്റ് നീ എത്ര മേടിച്ചു, നീ എത്ര സ്ഥലം മേടിച്ച്, നീ എത്ര സ്വർണം മേടിച്ച്, നീ ഏതൊക്കെ സ്റ്റോക്സ് മേടിച്ച്? അപ്പോൾ അയ്യോ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല, 100 കഥയുണ്ട്. അപ്പോൾ നാളെ നിന്റെ കുട്ടി നിന്റെ പറ്റി ഇതെന്ന് പറയും. ഇത് പണ്ട് പറയായിരുന്നു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലേ, അവിടെ മാർക്കറ്റ് ഓവർസോൾഡ് ആണോ ഓവർ ബോട്ട് എന്ന് അറിയണമെങ്കിൽ ഏറ്റവും നല്ലത് ലിഫ്റ്റിൻ്റെ അവിടെ പോയി നിന്നാൽ മതി. ലിഫ്റ്റിൽ ഭയങ്കര വെയിറ്റിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് ബൂം ചെയ്യും. ലിഫ്റ്റിൽ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. ഞാൻ ജിജി ഒരു ചോദ്യം ചോദിക്കട്ടെ, ജിജി ഷോപ്പിംഗ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു മോളിലൊരു സെയിൽ വന്നു 50% ഓഫ് ഏതെങ്കിലും സെയിൽ നമ്മൾ പോയി മേടിക്കില്ലേ? തീർച്ചയായിട്ടും. സോ നമ്മള് ഷൂസും ഡ്രസ്സും ഇതൊക്കെ നമ്മൾ സെയിൽ വിടാൻ മേടിക്കും. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സെയിൽ വരുമ്പോൾ നമ്മൾ എന്താ മേടിക്കാതെ? ഞാനൊരു 15 കൊല്ലം മുമ്പ് വൈഫിനെ ഇച്ചിരി ട്രേഡിംഗ് പഠിപ്പിച്ചു കേട്ടോ. ആൻഡ് വി ആർ ഫോളോയിങ് എ പർട്ടിക്കുലർ സ്ട്രാറ്റജി. ഷീ സ്റ്റാർട്ടഡ് ട്രേഡിംഗ് ഒരു 15 കൊല്ലം മുമ്പ് തുടങ്ങിയതായിരുന്നു ആൻഡ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. And I can proudly say she's a much better trader than me. In our experience, ladies are really good investors, they're really good traders, and they are there for long term. Avadi wild speculation, over trading, much more discipline. Why are we focusing on 90% who lose? Exactly, sir. Why can't we focus on 10% who make money? Why can't we study that ഈ 90% ആൾക്കാർ ഈ 10% എന്താ ചെയ്യണേ അത് നോക്കിയിട്ട് പഠിച്ച് ചെയ്യുവാണെങ്കിൽ they will make money. പിന്നെ അതിനൊരു ഗുണമുണ്ട് കേട്ടോ. SIP ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് അറിയാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴില്ലേ നമ്മൾ എല്ലാ മാസം പൈസ ഇടുന്നുണ്ട്, അത് ഗ്രോ ചെയ്യണം, പ്ലസ് റിട്ടേൺ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഈ ആപ്പ് എടുത്ത് നോക്കുമ്പോഴേ ഈ മാസം 50,000, അടുത്ത മാസം 1,10,000 നമ്മുടെ പൈസ ഇടുന്നത് തന്നെയാണ്, ബട്ട് നമ്മൾ ആ ഗ്രോത്ത് കാണും. അതിൽ കിട്ടണ സുഖമില്ല, അത് ഭയങ്കര സുഖമാണ്. തീർച്ചയായിട്ടും. Hi. Hello. Welcome to another new episode of Acumen Podcast. So, from the beginning, let me come to the current scenario. Sir, ഇപ്പോൾ വാറിൻ്റെ ഒരു വാർ കൺസേൺ എല്ലാ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഇപ്പോൾ മുന്നിൽ കാണുന്ന വലിയൊരു പ്രോബ്ലമായിട്ട് തന്നെ പറയാം. ആം ഐ റൈറ്റ്? സാറും കാണുന്നുണ്ടല്ലോ, ബിക്കോസ് നമ്മൾ ടി വിയിൽ ന്യൂസസ് എവറിത്തിങ് എല്ലാവർക്കും അതിലൊരു ഭയങ്കര ഒരു ഫിയർ ഫാക്ടർ ഉണ്ട് അതിൽ. ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഒരു വാറിൻ്റെ ഒരു ഫാക്ടർ വന്നാൽ ഹൗ യു ആർ ഗോയിങ് ടു, സാർ അതിനെ എങ്ങനെയായിരിക്കും മുന്നിൽ കാണുന്നത്? ആസ് എ ഇൻവെസ്റ്റർ, ആസ് എ ട്രേഡർ, സാർ എങ്ങനെയായിരിക്കും അതിനെ മുന്നിൽ കാണുക? ജിജി, ഐ തിങ്ക് വാർ പറയുവാണെങ്കിൽ ഹോപ്പ്ഫുള്ളി നമ്മൾ സീസ് ഫയർ അനൗൺസ് ചെയ്തു ആൻഡ് അത് കാരണം ദ വാർ ഇസ് ഹോപ്പ്ഫുള്ളി ബിഹൈൻഡ് അസ്. ബട്ട് ഓവറോൾ പറയുവാണെങ്കിൽ ഒരു ചൊല്ലുണ്ട്, ദാറ്റ് ഇസ് ബൈ വെൻ ദ കാനൻസ് ബൂം, okay, and sell when the trumpets blow, which basically means war തുടങ്ങുമ്പോൾ അതാണ് ഒരു നല്ല സമയം മേടിക്കാൻ. ആൻഡ് വാർ കഴിയുമ്പോൾ ന്യൂസ് വരുമ്പോൾ വിൽക്കാൻ നല്ല സമയമാണ്. ആൻഡ് ഐ തിങ്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇസ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറ്റിയ ഇൻഡോ പാകിസ്ഥാൻ വാർ തുടങ്ങിയപ്പോൾ മാർക്കറ്റ് ക്രാഷ്ഡ്, വീക്കെൻഡ് ആയപ്പോൾ സീസ് ഫയർ അനൗൺസ് ആയി ആൻഡ് തുടങ്ങിയ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് വെൻറ്റ് അപ്പ് ബൈ 3-4%. ആൻഡ് ഇൻഡിവിജ്വൽ ഷെയർസ് നോക്കുവാണെങ്കിൽ ഷെയർസ് വെൻറ്റ് അപ്പ് ബൈ ലോട്ട് ഓഫ് ഷെയർസ് 7%, 8%, 10% ഒക്കെ. സോ ആൻഡ് ഒരു 3 കൊല്ലം മുമ്പ് നോക്കുവാണെങ്കിലും there was this Ukraine war. അറിയാം, Ukraine war also we saw a market crash. Well, that was a larger crash. And അവിടുന്ന് where are we today? So war ഒരു black swan event. It doesn't happen very often, but when it happens they're generally good times to buy. നമ്മൾ ആകെ കൂടി നോക്കേണ്ടത് ലിവറേജ് ചെയ്യരുത്. ഓക്കെ, ലിവറേജ് ചെയ്യാതെ ഉള്ള പൈസ വെച്ചിട്ട് ഓർ വാട്ട് എവർ ലോസ് യു ക്യാൻ എഫോർഡ് ടു സീ അത്രയും ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ടിപ്പിക്കലി നല്ല സമയമാണ്. ആൻഡ് ഏറ്റവും നല്ല എക്സാമ്പിൾ വാസ് വാട്ട് വി സോ ലാസ്റ്റ് വീക്ക്. എനിക്ക് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ വാർ ഇസ് എ ക്രൈസിസ്. സോ ക്രൈസിസ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് വാർ, ഇറ്റ് ക്യാൻ ബി ഇക്കണോമിക്, it can be anything. So we saw a COVID crisis, we've seen a 2008 the financial crisis, etc. But if you look at history, whenever the market enna oru crisis vannu adu opportunity
So every time you have seen the market bounces back. So market has got the tendency that when you have a bad time, it will crash, but that's possibly the best time to buy. And where a point I'd like to add is that every crisis got an opportunity. So ഇപ്പോൾ വാർ വന്നപ്പോൾ എല്ലാവരും കണ്ട് എല്ലാം ക്രാഷായി പക്ഷെ ഒരു സാധനം നല്ലോണം കയറി. ഏതായിരുന്നു? ഡിഫറെന്റ് സ്റ്റോക്ക്. ഗോൾഡ്. ഗോൾഡ്. So what is gold? Gold is a natural hedge to an uncertainty. ആൾക്കാർ എല്ലാം പക്കയാണെങ്കിൽ FD എല്ലാം വലിച്ചിട്ട് എല്ലാം they will put into stocks or other things. When there is uncertainty, they will pull out of everything and put money into gold. So ഈ ക്രൈസിസിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100%. ആരൊക്കെ ഗോൾഡ് മേടിച്ച് ആ ഗോൾഡ് ഇപ്പോൾ 1 ലക്ഷം രൂപ പവനായി. സോ എവറി ക്രൈസിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. It's just that we have to see നമ്മൾ ആ വിൻഡോ തുറന്നു നോക്കണം. കറക്റ്റ്, എക്സാക്ട്ലി. പക്ഷേ സർ ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു റിപ്പോർട്ട്, എക്സ്ചേഞ്ച് സെബി തന്ന റിപ്പോർട്ട് 90% ആൾക്കാരും ലോസ് മേക്കിംഗ് ആണെന്നാണ്. അതിൽ 10% ഉള്ളൂ ഉണ്ടാക്കുന്നവരെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഫ്രം യുവർ പെർസ്പെക്റ്റീവ് സാറിൻ്റെ ആ ഒരു അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ആൻഡ് എന്തുകൊണ്ട് സാർ കറക്റ്റ് എന്ന് പറയാൻ കാര്യം എന്തുവാണ്? I'll tell you. അപ്പോൾ എന്താ പറയണമെന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഹാപ്പൻസ് ഫോർ ഓൾമോസ്റ്റ് എവറി ഇൻഡസ്ട്രി. നമ്മൾ റെസ്റ്റോറൻറ്റ്സ് നോക്കുവാണെങ്കിൽ 100 റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 90 എണ്ണം ക്ലോസ് ആവും, 10 എണ്ണം സർവൈവ് ചെയ്യുള്ളൂ. ബിസിനസ് ബൈ ഇറ്റ് സെൽഫ് ഇസ് റിസ്കി. സ്റ്റോക്ക് മാർക്കറ്റ് ഇച്ചിരി കൂടി ഹയർ റിസ്ക് ആണ്, ബിക്കോസ് എവറി ഡേ നമ്മൾ വോളറ്റൈലി കാണുവാണ്. നമ്മൾ ഇനി നോക്കേണ്ടത് സെബിൻ്റെ സ്റ്റഡി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആവറേജ് ഇൻവെസ്റ്റർ ലോസ്റ്റ് 50,000 rupees. അപ്പോൾ നമ്മൾ 90-10 റേഷ്യോ നോക്കുവാണെങ്കിൽ 90% പീപ്പിൾ ലൂസ് മണി ആൻഡ് ആ പൈസ ഉണ്ടാക്കിയത് ഈ 10% ആണ്. വിച്ച് മീൻസ് എൻ ആവറേജ് പ്രോഫിറ്റബിൾ ട്രേഡർ ഇസ് പോസിബിളി മേക്കിംഗ് 5 lakhs. കറക്റ്റ്, എക്സാക്ട്ലി. റൈറ്റ്. അപ്പോൾ ദ റീസൺ പീപ്പിൾ ലൂസ്, ഏറ്റവും വലിയ റീസൺ പീപ്പിൾ ലൂസസ്, അവർ കൂടുതൽ സ്പെക്കുലേഷനാണ് ചെയ്യണത്. ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ഏതെങ്കിലും ബ്രോക്കറോ ആരെങ്കിലും ഒരു ടിപ്പ് തരും, അത് അവർ മേടിക്കും. ദേ ഡോണ്ട് നോ വൈ ദേ ആർ ബൈയിങ് ഇറ്റ്. They don't even know what they are buying. In the sense, ഷെയറുടെ പേര് അറിയാം, കമ്പനി എന്താ ചെയ്യണേ they may not know. അത് ആക്ച്വലി ട്രേഡിംഗ് അല്ല, അത് പ്യോർ സ്പെക്കുലേഷനാണ്. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ ആവണമെങ്കിൽ തന്നെ നമ്മൾ അത്ര നാൾ പഠിക്കണ്ടേ? വി നീഡ് ടു നമ്മളൊരു മിനിമം ഒരു 7-8 years പഠിക്കണം, അതിനുള്ള ഫീസ് അടയ്ക്കണം. ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ. റീസെൻ്റ്ലി കേട്ടത് 15 years നല്ലപോലെ പഠിച്ചാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഡോക്ടർ ആവുള്ളൂ എന്നാണ് റീസെൻ്റ്ലി ഞാനിപ്പോൾ കണ്ട ഒരു റിപ്പോർട്ട്. എന്ന് പറഞ്ഞ പോലെയുള്ളൂ സാർ ഇപ്പോൾ ഈ പറയുന്ന ഇതിൽ. സോ ടൈം ആൻഡ് മണി. അപ്പോൾ ട്രേഡിങ്ങിലും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. ഞാൻ ട്രേഡ് ചെയ്യുമ്പോഴും ദർ ആർ ടൈംസ് വെൻ ഐ ഹാവ് ലോസ്റ്റ് മണി. ഓക്കെ, സോ നമ്മൾ ദാറ്റ് ലോസ് ടു സം എക്സ്റ്റെൻറ്റ് നമ്മൾ ഈ ഫീസ് കൊടുക്കണ മാതിരിയാണ്. നമ്മൾ പഠിച്ച് നമ്മൾ ട്രേഡ് ചെയ്തേ പഠിക്കുകയുള്ളൂ. സോ ഇന്നെവിറ്റബിളി ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഓൾമോസ്റ്റ് ഒരു 35 കൊല്ലമായി ഇപ്പോൾ ട്രേഡിങ് ചെയ്തിട്ട്. ആൻഡ് വെരി ഫ്യൂ പീപ്പിൾ ഹാവ് സീൻ നന്നായിട്ട് സ്ഥിരമായിട്ട് പൈസ ഉണ്ടാക്കുന്നത്. ബട്ട് ഈ സ്ഥിരമായിട്ടും വെൻ ഐ സേ സ്ഥിരം, ഐ എം നോട്ട് സെയിങ് ദേ വിൽ മേക്ക് മണി എവറി ടൈം. ദേ വിൽ ഹാവ് ദെയർ ഗുഡ് ടൈംസ്, ദേ വിൽ ഹാവ് ദെയർ ബാഡ് ടൈംസ്. വാട്ട് ഈസ് കോമൺ, ഒന്ന് ഭയങ്കര പാഷനേറ്റാണ്. അവർ ഉറക്കത്തിലും എഴുന്നേൽക്കുമ്പോഴും ട്രേഡിംഗ് ആണ് അവർ മനസ്സിലുള്ളത്. സെക്കൻഡ്, അവർക്ക് നോളേജ് ഉണ്ട്. അവർക്ക് ടെക്നിക്കൽ നോളേജ് ആവാം, സ്ട്രാറ്റജി ആവാം, എന്തെങ്കിലും ആവാം. അവരൊരു പെർട്ടിക്കുലർ ഡിസൈൻ, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യണത്, അല്ലാതെ റാൻഡം ട്രേഡിംഗ് അല്ല. അപ്പോൾ നമ്മൾ ഈ എങ്ങനത്തെ എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ടു മേക്ക് ഡീസൻറ്റ് മണി ഇൻ ട്രേഡിംഗ്. ബട്ട് ഇറ്റ്സ് ലൈക്ക് നമുക്ക് സ്വിമ്മിങ് അറിഞ്ഞുകൂടെങ്കിൽ വെള്ളം എൻറ്റർ ചെയ്യുമോ? ഇല്ല. വി വിൽ, ആസ് ലോങ് ആസ് ദ വാട്ടർ ഇസ് ഓൺലി 4 feet and below. അതാണെങ്കിൽ വെള്ളത്തിൽ കയറാം. 10 അടി വെള്ളത്തിൽ സ്വിമ്മിങ് അറിയാതെ കയറുവാണെങ്കിൽ യു നോ വാട്ട് വിൽ ഹാപ്പൻ. ആ ആംഗിൾ വെച്ച് തന്നെ ഇവിടെയും നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. ആൻഡ് ബേസ്ഡ് ഓൺ ദറ്റ് നോളജ് യു ഷുഡ് ബി ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. ഇഫ് യു ഹാവ് നോ നോളജ്, മേ ബി യു ഷുഡ് ബി ഇൻവെസ്റ്റിംഗ് മാത്രം, മ്യൂച്വൽ ഫണ്ട്സിൽ ഇടുക. സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ഡു, ഹൗ മച്ച് ഡീപ്പ് ദ വാട്ടർ ഇസ്, യു ഹാവ് ടു ടേക്ക് എൻ ആക്ഷൻ. ഈ ട്രേഡിങ്ങിൽ എത്ര കുറേ സമയം കൊടുക്കണം, കുറേ യു ടു ബി ഫോക്കസ്ഡ് എന്ന് പറഞ്ഞില്ലേ? സോ അത് വളരെ കറക്റ്റാണ്. ബിക്കോസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫുൾ ടൈം ആക്ടിവിറ്റി. ഇറ്റ്സ് നോട്ട് എ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി. സോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി ഒരു ഭയങ്കര സീരിയസ് ട്രേഡറാണ്. സോ പുള്ളിക്കാരുടെ വൈഫ് പറയും, ഇപ്പോൾ പുള്ളി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ജീവിതമാണ് പുള്ളിക്ക്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ട്രേഡ്. ആൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ കേരളയിൽ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ട്രേഡേഴ്സാണ്. ഒരു 30 കൊല്ലമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ വൈഫ് പറയും,
ദാറ്റ് ഈ മനുഷ്യൻ്റെ കൂടെ ചാകണമെങ്കിൽ പോലെ ഒരു ട്രേഡിംഗ് ഹോളിഡേ നോക്കിയിട്ട് വേണം ചാകാൻ. ബിക്കോസ് ചത്ത് കഴിഞ്ഞാൽ പുള്ളി ട്രേഡിംഗ് വിട്ട് ഫ്യൂണറൽ പോലെ വരില്ല. സോ ദാറ്റ് ഇസ് ദി ഫോക്കസ് ഓർ ദാറ്റ് ഇസ് ദ പാഷൻ ദാറ്റ് ട്രേഡേഴ്സ് ഹാവ്. ബട്ട് എനിക്ക് ഇതിലൊരു പോയിന്റ് ആഡ്, നിങ്ങളിപ്പോൾ പോയിന്റ് ചോദിച്ചില്ലേ 90% ലൂസ് ചെയ്യണത്. ഞാൻ അതിന് റിവേഴ്സ് ചോദിക്കട്ടെ, why are we focusing on 90% who lose? Exactly, sir. Why can't we focus on 10% who make money? Why can't we study that ഈ 90% ആൾക്കാർ ഈ 10% എന്താ ചെയ്യണേ അത് നോക്കിയിട്ട് പഠിച്ച് ചെയ്യുവാണെങ്കിൽ they will make money. See, we have to always follow leaders, right? ഇന്ത്യയുടെ ടോപ്പ് കമ്പനീസ്, who are the top entrepreneurs? The guy Elon Musk, example, one, or Amazon. We follow all these names. ഒരു ആമസോൺ, ഒരു എലോൺ മസ്കിന്റെ പുറകിൽ ഒരു 1000 ഓൺടർപ്രണേഴ്സ് ഫെയിൽ ചെയ്ത ആൾക്കാരുണ്ട്. ബട്ട് ഡു വി ഫോളോ ദോസ് പീപ്പിൾ ഹു ഫെയിൽഡ് or do we follow the people who are winning? So instead of whole country is talking 90% loss is 90% loss is, why don't we talk about the 10% who made money? Why can't we learn what are the good things those 10% are doing so the balance can also earn money? So I don't think ഈ ലോസ് ആയി എന്ന് പറഞ്ഞാൽ അതൊരു ഇഷ്യൂ അല്ല. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കോവിഡ് കഴിഞ്ഞിട്ട് ഒരു ലാർജ് പോപ്പുലേഷൻ ഓഫ് യങ്സ്റ്റേഴ്സ് കയറി വന്നിട്ടുണ്ട്. 18, 20, 22-year-old ബോയ്സ് ആൻഡ് ഗേൾസ്. അവർക്ക് ട്രേഡിംഗ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അവർ മാർക്കറ്റ് കയറി വരുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി ദേ ഡൂയിങ്, ദേ ഹാവ് നോട്ട് യെറ്റ് ലേൺഡ് ഇറ്റ്. സോ ഇഫ് യു ആസ്ക് മീ, ദർ ഇസ് ദിസ്, പല പ്രാവശ്യം പറയില്ലേ സ്റ്റോപ്പ് ട്രേഡിംഗ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. സോ ആക്ച്വലി അത് സ്റ്റോപ്പ് ട്രേഡിംഗ് അല്ല. അവിടെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ what we think is trading or what most people think is trading is actually not trading. അത് ആക്ച്വലി സ്പെക്കുലേറ്റിംഗ് ആണ്. അവർക്ക് ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ ഏത് ഷെയർ മേടിക്കണം, ഏത് കൗണ്ടർ മേടിക്കണം ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ഇല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പെക്കുലേഷനാണ്. സ്പെക്കുലേഷൻ is like a casino, right? When you go to a casino, I have asked my friends, നിങ്ങൾ എന്തിനാണ് ഒരു casino പോണേ? എന്തിനായിരിക്കും casino പോണേ? Why do you go to a casino? കാശ് ഉണ്ടാക്കാനാണോ? അല്ല, ഒരിക്കലും അല്ല. കാശ് കളയാൻ വേണ്ടി ഒരു ത്രില്ലുണ്ട്, ഒരു അതിന്റെ ഒരു രസമുണ്ട്, ഫുഡും വരുന്ന സർവീസും ഉണ്ട്. ആൻഡ് ദെൻ ബട്ട് വി ആർ വില്ലിംഗ് ടു ഐദർ വിൻ ഡബിൾ ഓർ ട്രിപ്പിൾ ഓർ ലൂസ് എവറിത്തിങ്. ദാറ്റ്സ് എ കാസിനോസ് മെന്റാലിറ്റി. ലോട്ട് ഓഫ് പീപ്പിൾ കം ടു സ്റ്റോക്ക് മാർക്കറ്റ്സ് ആ മെന്റാലിറ്റി വെച്ച്. ദാറ്റ് ഇസ് നോട്ട് ട്രേഡിംഗ്, ദാറ്റ് ഇസ് പ്യുവർ സ്പെക്കുലേറ്റിംഗ്. ട്രേഡിംഗ് ഇസ് എൻ ആക്ടിവിറ്റി വിച്ച് ഇസ് എ സ്കിൽ, ഇറ്റ്സ് എൻ ആർട്ട്. അത് പഠിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ അതിൻ്റെ സൈക്കിൾ ഗോ ത്രൂ ചെയ്യുവാണ്, ചാർട്ട്സ് പഠിക്കുവാണ്, ഫണ്ടമെന്റൽസ് പഠിക്കുക, അത് വെച്ചിട്ട് ട്രേഡിംഗ് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ 90% ഹാഫ് ഓഫ് ദം ക്യാൻ മേക്ക് മണി. തീർച്ചയായിട്ടും. ഐ തിങ്ക് വി ഹാവ് ടു ചേഞ്ച് ദി നറേറ്റീവ് ഫ്രം ഫോക്കസിങ് ഓൺ 90% ഹൂ ലൂസ് ടു ഹൗ ഡു വി മേക്ക് ദി അതേഴ്സ് earn. What can we do? So what are the right things that these 10% are doing so that others can also make money? സാർ ഇപ്പോൾ പറഞ്ഞ് ഈ ടീനേജേഴ്സ് വരുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ ജമ്പിങ്, പെട്ടെന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ടീനേജേഴ്സ് ജമ്പ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന എല്ലാവർക്കും പേടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. ഐ ഡോണ്ട് നോ അബൌട്ട് വേറെ രാജ്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്സിനെ പറ്റിയും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കറണ്ട് ഇതിൽ നമ്മളുടെ ഇവിടെ കേരളത്തിൽ ഇവൻ എക്സാമ്പിൾ പറഞ്ഞാൽ സ്ത്രീകളോട് ഞാനിപ്പോൾ സാറിനോട് പറയാം, ഒരു മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബേസിക്കലി സ്ത്രീകൾ. അവരോട് പോലും നമ്മളെ ഇതിനെപ്പറ്റി പറയുമ്പോൾ അവർക്ക് പേടിയാണ്. ബിക്കോസ് അവരുടെ പൈസ പോകുമോ? കാരണം അവർ കേൾക്കുന്ന കഥകൾ അതാണ്. സാറ് പറഞ്ഞ പോലെ ഈ 90% കഥകളാണ് അവർ കൂടുതലും കേട്ടിട്ടുണ്ടാവുക. ഉണ്ടാക്കുന്നവരുടെ കഥകൾ വളരെ കുറവാണ്. പക്ഷെ അവരൊക്കെ ഇതിലേക്ക് വന്നാൽ, സാറേ ഞാൻ ചോദിക്കുന്ന, അവർ ഇങ്ങനൊരു ലൈക്ക് ഈ ഒരു ട്രേഡിംഗ് അല്ല, ഒരു ഇൻവെസ്റ്റിംഗ് സ്റ്റൈലിലേക്ക് വന്നാൽ അത് നല്ലതല്ലേ? സാറിന് അതിനെപ്പറ്റി നല്ലതാണ് എന്ന് നമ്മൾക്കെല്ലാം അറിയാം. പക്ഷെ കേൾക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഇത് കാണുന്ന ആളോട് സാറിന് എന്തായിരിക്കും അതിനെപ്പറ്റി പറയാനുള്ളത്? ഐ തിങ്ക് ജിജി പറഞ്ഞത് കറക്റ്റായിരുന്നു. ലേഡീസ് ബിക്കോസ് അവർക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ, വർക്കിൻ്റെ അതിൻ്റെ കമ്പൾഷൻസ്, വീട്ടിലെ മാനേജിങ്, ഇതെല്ലാം കുട്ടികളെ മാനേജ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റാണ് വരുന്നത്. ആൻഡ് ദാറ്റ് മൈൻഡ് സെറ്റ് ഇസ് ബേസിക്കലി ഹൗ ഡു യു അഡ്ജസ്റ്റ് ക്വിക്ക്ലി, ഉള്ള സമയത്തിൽ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഹൗ ഡു യു മാനേജ് എവറിത്തിങ്. ആൻഡ് അത് കാരണം ദേ ബിക്കം വെരി ഗുഡ് ഇൻ മൾട്ടി ടാസ്കിങ്. ആൻഡ് ബിക്കോസ് ആ മൾട്ടി ടാസ്കിങ് ആ ടാലൻ്റ് ഉള്ള കാരണം ദേ ഓൾസോ നോ ആ ഓപ്റ്റിമൽ റിസോഴ്സസ് എവിടെ കൊടുക്കണം, എവിടെയാണ് റിസ്ക്, അതെല്ലാം പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ തന്നെ പറയുവാണെങ്കിൽ, ഞാനൊരു
പതിനഞ്ച് കൊല്ലം മുമ്പ് വൈഫിനെ ഇച്ചിരി ട്രേഡിംഗ് പഠിപ്പിച്ചു കേട്ടോ. ആൻഡ് വി ആർ ഫോളോയിങ് എ പെർട്ടിക്കുലർ സ്ട്രാറ്റജി. ഷീ സ്റ്റാർട്ടഡ് ട്രേഡിംഗ് ഒരു 15 കൊല്ലം മുമ്പ് തുടങ്ങിയതായിരുന്നു. ആൻഡ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ പ്രൗഡ്ലി സേ ഷീ ഈസ് എ മച്ച് ബെറ്റർ ട്രേഡർ ദാൻ മീ. Oh, really? Our discipline, yeah, I mean, she has more discipline than me. Yes. She is able to judge the market well. And I know a few വേറെ ചില ഫ്രണ്ട്സും ഉണ്ട്. എൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ ലേഡീസ് കുറേ പേരുണ്ട്. അപ്പോൾ ഐ വാസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓഫ് മൈൻ. പുള്ളിൻ്റെ വൈഫ് ട്രേഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഐ ഡി നോ ഷീസ് ട്രേഡിങ്. അപ്പോൾ ഐ വാസ് ലിറ്റിൽ സർപ്രൈസ്ഡ് ആൻഡ് ഐ ആസ്ഡ് എങ്ങനെയുണ്ട് പെർഫോമൻസ്. സോ വെരി വെരി നൈസ് റിപ്ലൈ. ഷീ സെഡ് ഞാൻ ഇത്രയും ക്യാപിറ്റലിട്ടുണ്ട്, എനിക്ക് ഇത്രയും പൈസ കിട്ടിയാൽ മതി മാസം. അത് ഞാൻ ചെറിയ ജോബിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ സോ ദേ നോ എന്താ വേണ്ടത്, ദേ നോ ഹൗ മച്ച് ദേ ഹാവ്. ആൻഡ് അത് വെച്ച് ആ റിസ്കിൻ്റെ അത് വെച്ചിട്ട് ദേ ആർ ഏബിൾ ടു മാനേജ്. സോ ഐ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ലേഡീസ് ഹാവ് ദാൻ എക്സ്ട്രാ എഡ്ജ് ഇൻ ട്രേഡിംഗ്. ഉണ്ടെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ സാറിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ സാറിൻ്റെ വൈഫ് ഇതിലേക്ക് വന്നത്. അതർവൈസ് ഇപ്പൊ ഇൻഡിവിജ്വലി ഇപ്പം ഒരു നോർമൽ വർക്കിംഗ് വിമൻ ആണ്, സിംഗിൾ വിമൻ ആണ്. അപ്പോൾ ആള് എങ്ങനെ വരാൻ പറ്റും, എങ്ങനെ ഇതിനെ കാണണം? ഞാൻ ചോദിക്കട്ടെ, സോറി, ഒരു ഫസ്റ്റ് ടൈം ട്രേഡർ ഒരാണ് വരിക, വി ടോക്ക് അബൌട്ട് ലേഡീസ് ജെൻസ്. ഐ തിങ്ക് വെദർ ഇറ്റ്സ് എ ജെന്റ് ഓർ എ ലേഡി, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇല്ല, രണ്ടുപേർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വരണമെങ്കിൽ പഠിച്ചേ പറ്റൂ. മറ്റൊരു സ്പെക്കുലേഷനാണ്. So like he said, in our experience, ladies are really good investors, really good traders, and they are there for long term. Every wild speculation, over trading ചെയ്യാതെ much more discipline. പക്ഷേ രണ്ടുപേര് വരണമെങ്കിലും അവർക്കൊരു ഹാൻഡ് ഹോൾഡിങ്ങും ഒരു സപ്പോർട്ടും ആര് വന്നാലും, യങ്സ്റ്റർ വരുവാണെങ്കിലും മെയിൽ ഓർ ഫീമെയിൽ, ഓൾ നീഡ് ആൻ ഹാൻഡ് ഹോൾഡിങ്. പക്ഷേ സാർ ഇപ്പോഴും ഞാൻ ആ സെയിം ഇത് തന്നെ പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു അവെയർ അല്ല വാട്ട് ഈസ് സ്റ്റോക്ക്. But it's a growing, there's so many new people now who are coming in, and lot of them are ladies. Oh, and I would say this is a phenomenon. I don't think Kerala അങ്ങനെ it's separate. So probably see നമ്മൾ ഗുജറാത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോവുകയാണെങ്കിൽ അവിടെ അവരുടെ ബ്ലഡിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് DNA ഉണ്ട്. നമ്മൾ ഇത് രണ്ടും വിടുവാണെങ്കിൽ, ഈ രണ്ട് സ്റ്റേറ്റ്സ് വിടുവാണെങ്കിൽ, ബാക്കി സ്ഥലത്തൊക്കെ ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം പാറ്റേൺ. അപ്പോൾ കേരള ഇസ് നോട്ട് ഡിഫറെൻറ്റ്. ബട്ട് I'll tell you, COVID, while it was a big tragedy for the stock markets or for the financial markets in general, I think ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഇൻ ദ സെൻസ് ഇന്ത്യയിൽ കോവിഡിന് മുമ്പ് ആകെ 2% പോപ്പുലേഷൻ ആയിരുന്നു ട്രേഡ് ചെയ്യണത്, ഇൻവെസ്റ്റ് ചെയ്യണത്. വിച്ച് മീൻസ് 98% ഓഫ് ദ പോപ്പുലേഷൻ ആക്ച്വലി ഇന്ത്യേൻ്റെ ആ പ്രോസ്പെരിറ്റി, ഇന്ത്യേൻ്റെ ആ ഗ്രോത്ത് മിസ് ഔട്ട് ചെയ്യുമായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഗിവ്സ് യു റിട്ടേൺസ് വിച്ച് ആർ ടിപ്പിക്കലി ഡബിൾ FD ലോങ് ടേം നോക്കുവാണെങ്കിൽ. ഇപ്പോൾ FD 6%, സ്റ്റോക്ക് മാർക്കറ്റ് ഗിവ് യു 12% ഓൺ ആൻ ആവറേജ്. അപ്പോൾ എല്ലാവരും പൈസ എവിടെ ആയിരുന്നു കിട്ടുന്നത്? സ്റ്റോക്ക് FDയിൽ. FD is I would say it's a dead money in the sense, not inflation, more than dead. I think it's lazy money. So inflation will be 6%, you will get 7%, 1% ടാക്സിൽ പോകും. സോ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് 20 കൊല്ലം അവിടെ തന്നെ ആയിരിക്കും. വേറാസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ദ റിട്ടേൺസ് ഓൾമോസ്റ്റ് ഡബിൾ ഇൻഫ്ലേഷൻ ആൻഡ് FD. അപ്പോൾ അത് കാരണം, ആൻഡ് ഇറ്റ്സ് മോർ ടാക്സ് എഫിഷ്യൻറ്റ്. തീർച്ചയായിട്ടും. But people were still not investing because ആ റിസ്കിൻ്റെ പേടി. കോവിഡ് കഴിഞ്ഞപ്പോൾ when people were sitting home, they didn't have too much work to do, and at that time itself KYC norms ഭയങ്കര ഈസി ആയി. അതിൻ്റെ ഓർമ്മയുണ്ട് ജിജിന്, പണ്ട് ഒരു KYC വേണമെങ്കിൽ 30 സിഗ്നേച്ചേഴ്സ്, 5 കുറിയർ, മറ്റേത് മറിച്ച്, ഇറ്റ് യൂസ് ടു ബി എ മെസ്. ഓൺലൈൻ ആയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങി. യു കുഡ് ഓപ്പൺ എൻ അക്കൗണ്ട് ഇൻ 5 minutes, യു കുഡ് സ്റ്റാർട്ട് ട്രേഡിംഗ്, യു കുഡ് ട്രാൻസ്ഫർ ഫണ്ട്സ്, എല്ലാം ഓൺലൈനായി. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു റെവല്യൂഷൻ ആയിരുന്നു ഇന്ത്യയിൽ. ആൻഡ് ദ റിസൾട്ട് വാസ് ഫ്രം 2% we came to more than 10%. Okay. So what does that mean? Extra 8% of the population is now taking part in the economic growth of India. Yes, exactly. Which I think is an amazing thing. തീർച്ചയായിട്ടും. സാറിൻ്റെ എക്സ്പീരിയൻസ്, ലൈക്ക് യു ഹാവ്, സാറ് പറഞ്ഞു സാറിൻ്റെ ഫ്രണ്ട്സ് അവരുടെയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണോ, അവർക്കൊക്കെ ബാഡ് എക്സ്പീരിയൻസ് ആണോ മാർക്കറ്റ്? I've got quite a few friends, both ladies and gents, in terms of investing. നമുക്ക് എല്ലാ പ്രാവശ്യം ഒരു കാര്യം മറക്കരുത്, ദാറ്റ് യു കനോട്ട് ഡു ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗ്. ഇഫ് യു ആർ എൻ ഇൻവെസ്റ്റർ, യു നീഡ് ടു സ്റ്റേ ഇൻവെസ്റ്റ്. I'll give you a few of my friends who ഒരു 10 കൊല്ലം മുമ്പ് they would have put 20 lakhs, 25 lakhs, 15 lakhs, whatever, variable amounts. In 10 years time, most of those accounts are today at
close to a figure of 1 crore of rupees, Oh, all right. which is Very which good. means they would have 4 times, anywhere between 4 to 5 times their money over the last 10 years. Now ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അടുത്ത മാസം റിട്ടേൺ വേണമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണെങ്കിൽ Yes. ഈ റിട്ടേൺസ് ഒരു കാരണവശാലും കിട്ടൂല. കിട്ടൂല. Because stock market ഒരു cycle is normally a 10-year cycle. You see a boom and you see a crash and you see a rally. It's a 10 month. So if you're staying invested for that cycle, you can get phenomenal returns. Like what he said, to get 15% CAGR is not easy. Easy. So there I have seen most cases, coming back to this women topic, I have seen most of the people who made money are the women. Oh, So exactly. I'll give an example. When was this? I think about 2 years back, or just when the market boom was starting, 2-3 years back. A friend's wife, she's a doctor. So one day while we were sitting around, she said, Aki, I want you to identify, I want to put money into 5 stocks, Okay. which you think are going to be the best turnarounds. And that was amazing thinking, that she's not putting all her money. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഭാഗമായിട്ട്, but what she said is, I want to take a risk and I want to put X percentage of my equity into 5 stocks which are the best candidates for turnaround. Oh. അപ്പോൾ ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് ടേൺ റൗണ്ട് കാൻഡിഡേറ്റ്സ് കണ്ടുപിടിച്ച് അതിലൊരെണ്ണം സുസ്ലോൺ ആയിരുന്നു. സുസ്ലോൺ ഇപ്പോൾ എത്ര എത്തി, യെസ് ബാങ്ക്, അങ്ങനെ that's a call. But that was the thinking of a lady which is so smart. Of course. So in my experience, ladies are superb traders, superb investors. പകുതി ആൾക്കാർ അതിലേക്ക് ഇറങ്ങാറുള്ളൂ, ഈ പേടി വെച്ചിട്ട് ഇറങ്ങാറില്ലെന്നുള്ളൂ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ വിൽ ബി ബെറ്റർ ദൻ മെൻ ഇൻ മോസ്റ്റ് കേസസ് ഐ തിങ്ക്. തീർച്ചയായിട്ടും സാറേ. പിന്നെ വേറൊരു പാറ്റേൺ ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ, സാർ പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ബോട്ടമും എല്ലാത്തിൻ്റെയും ഹൈയും നമുക്കൊരിക്കലും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും കണ്ടിട്ടും എടുക്കാതെ വെറുതെ പേപ്പറിലായി പോയ ആൾക്കാരും നമുക്കറിയാം, ഇല്ലേ സാറേ? ബിക്കോസ് 10 റുപ്പീസിന് വാങ്ങിച്ചിട്ട് ആ സാധനം 1000 പോയിട്ട് അത് ബുക്ക് ചെയ്യാതെ തിരിച്ച് വീണ്ടും അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ നമ്മളുടെ മാർക്കറ്റിലുണ്ട്. സാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? കാരണം അത് ഗുഡ് ഓർ ബാഡ്, അത് ഓരോരുത്തരുടെ അവരവരുടെ പോർഷനാണത്. അത് നല്ലതാവണോ ചീത്തയാവണോ എന്നുള്ളത്. സാർ പറയുന്നത് അങ്ങനെ എടുക്കണോ അതോ ഇനിയും ആൾക്കാരോട് അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സാറിന് എന്തായിരിക്കും പറയാനുള്ളത്? ഓക്കെ, ഞാൻ എഗെയിൻ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ഞങ്ങളൊരു 10 കൊല്ലം മുമ്പ് കിറ്റെക്സ് എന്ന് പറഞ്ഞൊരു ഷെയർ മേടിച്ചിരുന്നു. അന്ന് അതിൻ്റെ വില വാസ് ബിലോ 100. അത് മേടിച്ച് കഴിഞ്ഞിട്ട് കുറേ നാളൊന്നും ചെയ്തില്ല, ആ റേറ്റിലൊക്കെ തന്നെ നിന്നു. ആൻഡ് ദെൻ സഡൻലി 100 രൂപയെന്ന് ഇറ്റ് വെൻറ്റ് അപ്പ് ടു ഓൾമോസ്റ്റ് 800 rupees in a span of about 1000 rupees in a span of about what, 4-5 years? No, 4 years. Whatever period, it went up to that much. Yeah. Okay. And then for some reason we did not sell or whatever, ചെറിയ quantities വിറ്റു. അത് കഴിഞ്ഞിട്ട് that share came down back to 100. Okay, again back to 100, and now it's again back to 1000. Not 1000, about 800. Okay, fine. Okay, so Kitex from 100 goes up to 1000, comes back to about 100-150 and goes back to 1000. Appa, is there something which will pakka give you a hint on whether you should be selling or buying? I think the only possible thing is ഫണ്ടമെന്റൽസ് പഠിക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഫെയർ ബിറ്റ് ഓഫ് ഐഡിയ. നമുക്ക് ഒരിക്കലും ഒരു സ്റ്റോക്കിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ പിടിക്കാൻ പറ്റില്ല. ആൻഡ് ഇഫ് യു ഹവ് എവർ ഡൺ ഇറ്റ്സ് പോസിബിളി മോർ ബിക്കോസ് ഓഫ് ലക്ക് ദാൻ എനിത്തിങ് എൽസ്. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് ഇൻ എ ചേഞ്ചിങ് വേൾഡ്, സി ഒരു 10 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഐ വുഡൻറ്റ് സേ 10, 25 കൊല്ലം മുമ്പ്, the situation that time and today is different. The world is changing at a much faster pace than what it used to change 25 years back. Except for some industries like for example FMCG, where നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ. സോ അങ്ങനത്തെ ഒരു 2-3 സെക്ടേഴ്സ് അല്ലാതെ ബാക്കി എവറി സെക്ടർ ഐ തിങ്ക് it will have a cycle, it will have a up down. So whenever you make good profits, at least some part I think should be booked. Not always, because for example technology, you will have technology companies or say pharma companies. Pharma company ne patent kittiya bangalore keri, after some time it becomes generic, കുറഞ്ഞു. അല്ലെങ്കിൽ US every time it happens, അവർക്കൊരു ഇൻസ്പെക്ഷൻ വന്നു, FDA, and it happens every year, you know it very well. അപ്പോൾ they keep going up and down, and things keep changing. There are so many variables. While there is no sure shot rules about what you should be doing, some bit of profit booking is good, and keep exploring and shift it to
better this one. So I will never say sell everything. Yeah. Okay. That may not. You may miss a big opportunity. Yes. But taking profits slowly is a good idea. And ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയണത്, there are two reasons why your share can go up and down. Fundamentally two reasons. One is the market itself is either very bullish or very bearish, or the stock in the fundamentals are getting better or worse. Okay. So in a market where the prices have gone down because markets are down, markets itself are down, share വില കുറഞ്ഞു, nothing much to worry, it will go back. You can possibly add. You can possibly even add, you can average, it will even get better. But in a time where, you know, markets are good but your share is going down, chances are there's something fundamentally wrong in the company. Maybe a good time to exit. Okay. Actually, if the fundamental of the company is not good, ആ കൗണ്ടർ എക്സിറ്റ് ചെയ്തിട്ട് buy a good stock. Yeah. You will actually, in time, you will make that money much better than holding on to a fundamentally bad stock. The opportunity cost. Opportunity cost. Yes. And ജിജി മറ്റേ മുകളിലും വിൽക്കാനും താഴെ മേടിക്കാന്ന് പറഞ്ഞില്ലേ, സോ ഇതൊക്കെ ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ എക്സ്പീരിയൻസ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ക്ലയൻസ്. സോ ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻ കേരള. സോ അദ്ദേഹം എല്ലാ പ്രാവശ്യം പറയും ദാറ്റ് നമ്മുടെ മീൻ ഉണ്ടല്ലോ, ജിജി മീൻ കഴിക്കോ? പിന്നെ സോ മീൻ ഉണ്ടല്ലോ, സോ പുള്ളി പറയും എനിക്ക് മീനിൻ്റെ തലയും വേണ്ട വാലും വേണ്ട, എനിക്ക് ആ ബോഡി കിട്ടിയാൽ മതി. Oh, right. What he's saying is, I don't want to buy at the lowest. Yes. I don't want to sell at the highest. I just need the middle part. That is the right story. നമ്മൾ എല്ലാ സ്ഥലത്തും കാണുവാണെങ്കിൽ പറയാം, അയ്യോ എൻ്റെ ഷെയർ മറ്റേ Yes. അതിൻ്റെ പോയി, ഞാൻ ഇപ്പം നമ്മൾ അതിൻ്റെ പോയി വിറ്റില്ല, 100 പോയി മേടിച്ചില്ല. എന്തിനാണ് ആവശ്യം? Yeah. ഈ 1000 അല്ല 800 വിറ്റാൽ പോരെ, 700 വിറ്റാൽ പോരെ, 900 വിറ്റാൽ പോരെ, നമുക്ക് എന്തിനാ 1000 തന്നെ വിൽക്കണം നിർബന്ധം? മോസ്റ്റ് പീപ്പിൾ ഡു ദ മിസ്റ്റേക്ക് ലൈക്ക് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങളുടെ തന്നെ എക്സാമ്പിളിൽ കിറ്റെക്സ് വന്നപ്പോൾ 100, 200, 250 വന്നപ്പോൾ നമ്മൾ കുറേ വിറ്റ്, അതായിട്ട് 1000 വന്നപ്പോൾ വിറ്റില്ല, അവിടെ പിടിച്ചു നിന്ന് ഇനി കയറും, ആ കയറിയില്ല, പൊട്ടിയും ചെയ്ത്. The same thing. We should learn to Correct. keep booking in stages. തീർച്ചയായിട്ടും. ഇപ്പൊ ഗോൾഡിന്റെ കാര്യം സാറേ, ലോങ് ബാക്ക് അന്ന് 4000 വന്നപ്പോൾ, അതെ, ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ പറഞ്ഞോളൂ, ജിജി 4000 വന്നപ്പോൾ അന്ന് ഭയങ്കര വിലയാന്ന് പറഞ്ഞിരുന്നു, അന്ന് വാങ്ങിയില്ല, ഇന്നത് 1 lakh, 1 ലക്ഷം. സോ സീ ദ ഡിഫറൻസ്. നമ്മൾ സാറ് പറഞ്ഞല്ലോ, ഒന്നും ബോട്ടുമല്ല, ഒന്നും ഹൈയും അല്ല. നമ്മളെപ്പോഴും പിന്നെ സാറേ ഇതിൻ്റെ മെയിൻ പാർട്ട് ഞാനിപ്പോൾ ഈ പറയുന്നില്ല, പേപ്പർ ഫോം, ഇത് നമ്മളൊക്കെ ആൾക്കാർ ഗ്രീഡി ആയതുകൊണ്ടാണോ അതോ അവരുടെ നോളജ് ഇല്ലായ്മ കൊണ്ടാണോ ഈ സംഭവിക്കുന്നത്? ഗ്രീഡ്നെസ് ആണോ? സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്റ്റോറി ഈസ് അബൌട്ട് 2 things, greed and fear. ഗ്രീഡ് ആൻഡ് ഫിയർ, അതൊരു റൂൾ ഓഫ് ലൈഫാണ്. സോ മറ്റേ ഈ വാറൻ ബഫറ്റ് ഭയങ്കര എല്ലാവരുടെയും ഗുരുവാണ് ലോകത്തിൽ. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ഹിസ് സെയിങ് ഓൺലി. ഹി സേസ് ഫുൾ ലോകം ഗ്രീഡി ആവുമ്പോൾ നിങ്ങൾ ഫിയർഫുൾ ആവണം, വേഗം വിറ്റുമാറിക്കോ. മൊത്തം ലോകം പേടിച്ചിരിക്കുവാണെങ്കിൽ യു ഷുഡ് ബി ഗ്രീഡി, മാക്സിമം മേടിക്കുക. ഇതിൻ്റെ റിവേഴ്സും പറയാം. ഞങ്ങൾ ചില ഓർഗനൈസേഷനിൽ പോകാണ്ട്, ഗെറ്റ് ടുഗദേഴ്സ്, ഫ്രണ്ട്സിനത് പോകും. യു ക്യാൻ നോ എൻ ഐഡിയ. ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ ഒരാളും സ്റ്റോക്ക് മാർക്കറ്റ് പറ്റി മിണ്ടല്ല. എങ്ങനെയുണ്ട് മാർക്കറ്റ്, മേടിക്കണോ വിൽക്കണോ, ഒരാളും തിരിഞ്ഞു നോക്കണില്ല. മേടിക്കാൻ സമയമാണ്. നമ്മളൊരു മുറി കയറി നമ്മളൊരു ഫംഗ്ഷൻ ഇരിക്കുവാണെങ്കിൽ 50 പേര് വന്ന് ചേടാ മാർക്കറ്റ് എന്ത് ചെയ്യണം, പ്രശ്നമാവോ, നല്ലോണം കയറുണ്ടല്ലോ, വിറ്റു മാറിക്കോ. എന്താ കാണിച്ചാൽ ലോകത്തെ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് കയറിയിട്ട്. ഞാൻ കുറേ വർഷം മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇൻഡോറിൽ പോയി, ഇൻഡോർ സ്റ്റോക്ക് മാർക്കറ്റ്. സോ അവിടെ റിക്ഷ എടുത്ത്, ഇത് മറ്റേ ഇഫ് ഐ എം നോട്ട് റോങ് ഹർഷത് മേത്തേൻ്റെ ബൂമിൻ്റെ സമയമാണ്. സോ ഈ റിക്ഷ കയറിയിട്ട് ഞാൻ എവിടെ പോകണമെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സൈക്കിൾ റിക്ഷ. സോ ആ റിക്ഷയിൽ ഇറങ്ങണ സമയത്ത് ആ റിക്ഷക്കാരൻ ചോദിക്കുവാണ്, സാറേ ഈ സ്റ്റോക്കിന് വില എത്രയാണ്? ആൾ കൊള്ളാല. അന്നത്തെ കാലത്താ ഈ റിക്ഷക്കാരൻ സ്റ്റോക്ക് മാർക്കറ്റ് വന്ന് അന്വേഷിക്കുക. നമ്മൾ അങ്ങനെ തന്നെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവിടെ ആബാദ് പ്ലാസയിൽ ഒരു പാൻ വിൽക്കുന്ന ആളുണ്ടായിരുന്നു. പുള്ളിൻ്റെ ജോലി പാൻ വിൽക്കുക. മാർക്കറ്റ് ഈ ഹർഷത് മേത്തേൻ്റെ ബൂം വരും. ഇപ്പോൾ പുള്ളി എന്തോ ഇൻവെസ്റ്റ് ചെയ്ത് കാണും. അവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. വെച്ചാൽ പുള്ളി ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് കുറേ ആയിക്കണം. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇങ്ങനെ വെൻ യു സീ ദ ഹോൾ വേൾഡ് ആ യൂഫോറിൽ നിൽക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ ടൈം ടു ബി ഫിയർഫുൾ. ഇത് പണ്ട് പറയായിരുന്നു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലേ, അവിടെ മാർക്കറ്റ് ഓവർസോൾഡ് ആണോ ഓവർ ബോട്ട് എന്ന് അറിയണമെങ്കിൽ ഏറ്റവും നല്ലത് ലിഫ്റ്റിൻ്റെ അവിടെ പോയി നിന്നാൽ മതി. ലിഫ്റ്റിൽ ഭയങ്കര വെയിറ്റിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് ബൂം ചെയ്യുക. ലിഫ്റ്റിൽ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മേടിക്കുക. ഓ വെരി ഗുഡ്. അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഹാവ് യു ബീൻ സർ അങ്ങനെ കണ്ടിട്ടുണ്ട്? യെസ്, വെരി ഗുഡ്. സാറിന് ഇപ്പം ഇതൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയൊക്കെയുള്ള സാർ ട്രേഡിംഗ് ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, സോ അതിൽ നമ്മൾ
കീപ്പ് ചെയ്യേണ്ട കുറേ ഡിസിപ്ലിൻസ് ഉണ്ട് ഇല്ലേ? അത് എന്തൊക്കെയായിരിക്കും സർ? ഇപ്പം നമ്മൾ പറഞ്ഞു ന്യൂ കമേഴ്സ് വരുന്നു, അവർ കുറച്ചു കാലം അവരുണ്ടാവും മാർക്കറ്റിൽ, പിന്നെ അവർ കാണത്തില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവർ പറയുന്നത് എന്താ? കാശ് പോയി. സർ ഈ പറയുന്ന പോലെ അത് അവർ ഒന്നും അറിയാതെ ജമ്പ് ചെയ്യുന്നത് കൊണ്ടാണോ, അതോ ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണോ? ഇപ്പം ഫണ്ടമെൻ്റലി സർ പറഞ്ഞു ഗുഡ് സ്റ്റോക്സ് ബൈ ചെയ്യണം, പക്ഷേ എപ്പോഴും നമ്മൾ ഈ ഫണ്ടമെൻ്റൽസ് മാത്രം നോക്കി നിന്നാൽ മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടാൻ എപ്പോഴും വരില്ല. ബിക്കോസ് നമ്മൾ പറയും സർ, നമ്മൾ റീസൺലി സംസാരിച്ചില്ല, ഇറ്റ്സ് നോട്ട്, ചിലർക്കതൊരു ഹാബിറ്റാണ് ടു ഇൻവെസ്റ്റ്, ചിലർക്ക് ഹാബിറ്റ് അല്ല. ഓൾ ഓഫ് എ സഡൻ കുറച്ച് പൈസ കിട്ടണം, അത് മാറണം, അടുത്ത പിന്നെയും കിട്ടണം. സോ അങ്ങനെയുള്ളവരുണ്ടല്ലോ, ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ പെട്ടെന്നാണ് മാർക്കറ്റിൽ നിന്ന് വാനിഷ് ആവുന്നത്. പിന്നീട് അവർക്ക് എന്ത് പറഞ്ഞാലും തിരിച്ചു വരില്ല. നോ, അവരിതൊരു കൺസിഡർ ചെയ്യുക പോലും ഇല്ല സ്റ്റോക്ക് മാർക്കറ്റ്. ഈവൻ മ്യൂച്വൽ ഫണ്ട്സ് ഓൾസോ, എല്ലാം എന്തുവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നഷ്ടമാണ്, നിങ്ങളൊക്കെ എന്നാ പറയുന്നതെന്നൊരു ചോദ്യമാണ് പറയുന്നത്. അതിൽ നിന്ന് സാറിൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഈ പറയുന്ന ഹാബിറ്റാണോ അതോ ഈ പറയുന്ന ഒരു ഡിസിപ്ലിൻ ആണോ സാറിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഓഫ് കോഴ്സ് ഡിസിപ്ലിൻ പ്ലസ് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് സാർ ആ ഡിസിപ്ലിനിലേക്ക് വരാൻ സാർ സ്വന്തമായിട്ട് പഠിച്ചു? കുറേയൊക്കെ കാശ് കളഞ്ഞിട്ടാണ് പഠിക്കണത്. ഹാവിങ് സെഡ് ദാറ്റ്, നമ്മൾ ഏറ്റവും ആദ്യം ഇൻവെസ്റ്റിംഗ് എന്താണ് ആൻഡ് ട്രേഡിംഗ് എന്താണെന്ന് വി നീഡ് ടു സെപ്പറേറ്റ്. ഇൻവെസ്റ്റിംഗ് ഇസ് എ വെരി ബോറിംഗ് പ്രോസസ്. നമ്മളിപ്പോൾ സ്ഥലത്തിനെ പറ്റി പറയാറുണ്ട്. ജിജി ഇപ്പോൾ ഗോൾഡിനെ പറ്റി പറഞ്ഞു. ഗോൾഡ് 4,000 1 ലക്ഷമായി. എത്ര നാളിലായത്? It took at least 25-30 years. നമ്മുടെ അച്ഛനൊരു പ്രോപ്പർട്ടി മേടിച്ചു, അത് അന്ന് മേടിച്ചത് 1 ലക്ഷം, ഇന്ന് 1 കോടി, 100 times. In what period? Again 30 years. അപ്പോൾ the money comes when you spend time on it, right? ഇപ്പോൾ സ്ഥലം മേടിച്ച ഒരു ബോറിംഗ് സാധനമല്ലേ. നമ്മൾ സ്ഥലം മേടിച്ചു, അവിടെ കിടക്കുന്നു സ്ഥലം. 30 കൊല്ലത്തിലാണ് അതിൻ്റെ വില 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആവണത്. ഗോൾഡ് 20 ഇരട്ടി ആയത് in 25 years or 20 years, whatever the period is. Okay. സ്റ്റോക്ക് മാർക്കറ്റ്സ് ഒരു ഉദ്ദേശം നമുക്കൊരു 12-13% തരുന്നത്. 12-13% ആണ് ആവറേജ്. 12% എന്ന് പറഞ്ഞാൽ യുവർ മണി വിൽ ഡബിൾ എവറി 6 years, 4 times in 12 years, 8 times in 18 years, 20 years your money will be 10 times. Okay. Right? Yeah. ഈ 12% നമ്മൾ 24 ആക്കുവാണെങ്കിൽ, which is very difficult, but there are people, if you have the right stocks, if you take some extra risks, there are people who are able to generate. There are mutual fund houses which have generated 21% returns. Oh, very good. There are, and over 20-30 years അങ്ങനെയുണ്ട്. But just to make this a little more interesting, 12% I told you, 12% ആണെങ്കിൽ 1 രൂപ 10 രൂപ ആവുന്നത് 20 കൊല്ലത്തിലാണ്. തീർച്ചയായിട്ടും. ഇത് 24% ആവുകയാണെങ്കിൽ റിട്ടേൺ 10 കൊല്ലത്തിൽ 10 ഇരട്ടിയാവും. Okay. What happens in the next 10 years? It becomes 100 times. Right? Yes. So it takes you 10 years to go 10 times, but the next 10 years it becomes 100 times of your original capital. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഓൾവേസ് ഓർമ്മ വയ്ക്കണം. Any investing, whether it is gold, whether it's property, whether it is stocks, it's end of the day, it's a compounding game. Correct. Okay? The higher the returns, the faster it compounds. Gold will give you 7-8% returns. കഴിഞ്ഞ ഒരു 15-20 കൊല്ലമായിട്ട് they have been giving good return. I think 10% kind of returns തരുന്നുണ്ട്. But most of it has come in the last 3-4 years. FDs have given you typically 7-8%. Stock markets give you 13-14%. അപ്പോൾ coming back to the topic, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇൻവെസ്റ്റ് ഓൺലി വിത്ത് എ ലോങ് ടേം. നമ്മൾ നൗ പൈസ ഉണ്ടാക്കാൻ there are two ways you can do it. If you want to make money very quickly, that is, നമ്മൾ 10 കൊല്ലം എടുക്കണം, എനിക്ക് 10 കൊല്ലം ഇല്ല, എനിക്ക് 2 കൊല്ലം എടുക്കും, ആ 2 കൊല്ലത്തിൽ എനിക്ക് 10 ഇരട്ടി ഉണ്ടാക്കണം. അതിന് ഒരു വഴിയുള്ളത് ലിവറേജ് ചെയ്യുക, ഒരു ഷെയറിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, യു ക്യാൻ ലൂസ് എവറിത്തിങ് ദാറ്റ് യു ഹാവ്, or you can make much larger amount. Okay, so that is a fast but high risk way of doing it. There are people who've done it. When the markets ഈ പറഞ്ഞ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിഫ്റ്റ് എംറ്റി ആണ്, മാർക്കറ്റിൽ ആരുമില്ല, അങ്ങനത്തെ ടൈമിൽ ചില ഭയങ്കര ബീറ്റൻ ഡൗൺ ഷെയർ മേടിക്കുവാണെങ്കിൽ and എല്ലാ പൈസ അവിടെ ഇടുവാണെങ്കിൽ you might make that kind of returns. It's a chance. It's a chance. It's high risk. But there are people who do it. There are people who made 100 times in 10 years. Yeah. There are people who've done that. But
investments we are not looking at that. We are looking at how can you steadily grow. Yeah. അങ്ങനെ ചെയ്യുമ്പോൾ there are only two things you need to do. One, invest for the long term. Second, have a reasonably diversified portfolio. Because ഒരു ഷെയർ ഇപ്പം നമ്മൾ ഒരു ഷെയറിൽ ഫുൾ പൈസ ഇട്ടാൽ വാട്ട് ആർ ദ ചാൻസ് ഓഫ് യു ലൂസിങ് മണി? 100% of that share going down. രണ്ട് ഷെയറിൽ ഇട്ടാൽ what happens? Your risk becomes 50%. 10 ഷെയറിൽ ഇട്ടാൽ what happens? Your risk becomes 10%. So അങ്ങനെ as you diversify, it automatically brings in a risk management thing. അപ്പോൾ depending on whether okay, we were talking about trading and investing. Yes. So investing പറഞ്ഞു. Yep. Trading again is a very specialized game. Yes. Blank trading or tip-based trading will never get you money. You can spend your lifetime on it, paisa kittilla. Unless you are extremely lucky or something, that's a different thing. But tip-based trading will not work. What will work is a strategy-based trading. Avade also, I think, before you start trading, you need to understand yourself. What is your risk profile? Correct. What is the money you can afford to lose? Okay. What is the skill sets you are willing to acquire? അതെല്ലാം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. Okay, and ഞങ്ങളുടെ one of our directors, he does a beautiful thing. I think if you ask me, that is the best way of trading. ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. ഓക്കെ, ആ പോർട്ട്ഫോളിയോയിൽ ലെറ്റ്സ് സേ you've got ഒരു പർട്ടിക്കുലർ കമ്പനീൻ്റെ 1000 ഷെയർ. So you sell maybe 300-400 shares out of the 1000 shares and try and buy back at a lower price. Okay. ചിലപ്പോൾ അത് കയറിപ്പോവും. ബട്ട് ദെൻ വാട്ട് ഹാപ്പൻസ്, മാർക്കറ്റ് സൈക്കിൾസ് ആണ്, എപ്പോഴെങ്കിലും തിരിച്ച് കിട്ടും അത്. ആൻഡ് ഇൻ കേസ് കിട്ടിയില്ല, ഭയങ്കരമായിട്ട് കയറി, യു ആർ സ്റ്റിൽ ഹാവിംഗ് 75% ഓഫ് യുവർ ഹോൾഡിംഗ്സ്, റൈറ്റ്? സോ ഇറ്റ്സ് എ സ്ലോ ആൻഡ് സ്റ്റഡി മെത്തേഡ് ഓഫ് ആക്ച്വലി ബ്രിങ്ങിങ് ഡൗൺ യുവർ കോസ്റ്റ്സ്. Your acquisition cost is going down. So അങ്ങനത്തെ വല്ല strategy, or for example there are BTST strategies, there are technical based strategies. അങ്ങനെ ഏതെങ്കിലും strategy follow ചെയ്യുവാണെങ്കിൽ സമയം വേണം, പൈസ വേണം, the humility to take big profits, the guts to take big losses and still continue, അതെല്ലാം ഉണ്ടെങ്കിൽ trading is good. Casual trading I would strongly say ചെയ്യരുത്. നമ്മൾ വാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് 20% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ചിലർ എന്താ പറയുക, കുറച്ച് മടിയുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ അവർക്കെപ്പോഴും ഒരു ഡൗട്ടാണ്. ഈ 20% കറക്റ്റ്, ഇനിയും ഈ ഫിയർ ഫാക്ടർ ഉള്ളതുകൊണ്ട് ഇനിയും വാങ്ങണോ, അതോ ഇനി വിറ്റ് നിൽക്കണോ, എങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് ബുക്ക് ചെയ്യാത്ത സാറിനോട് നമ്മൾ പേപ്പറിൽ കണ്ട കുറേ പേര് ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് നോക്കിക്കണ്ട്, ഈ യുക്രൈൻ വാർ പോലെ തന്നെ ഇതും പോകുമോ എന്നൊക്കെയുള്ള ഒരു ഫിയർ ഫാക്ടേഴ്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം അതിൽ എന്തായിരിക്കും? അവർ ഈ 20% ഈ പറയുന്ന ലോസ് മാർക്കറ്റ് തരുമ്പോൾ ഈ ആൾക്കാരോട് പറയാൻ സാറിന് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും? ഞാൻ ജിജിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. യെസ്. ജിജി ഷോപ്പിംഗ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാവരും ചെയ്യാറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മോളിലൊരു സെയിൽ വന്ന് 50% ഓഫ്, അപ്പോൾ ജിജി എന്ത് ചെയ്യും? ഉറപ്പായിട്ടും. ഇപ്പം നമ്മളില്ലെങ്കിൽ പോയി ഇല്ലാതെ കാശില്ലെങ്കിലും ക്രെഡിറ്റ് കാർഡും വീശിയിട്ട് ഉള്ള ഷോപ്പിംഗ് ചെയ്യുമല്ലോ. എവിടെയെങ്കിലും സെയിൽ നമ്മൾ പോയി മേടിക്കില്ലേ? തീർച്ചയായിട്ടും. സോ നമ്മൾ ഷൂസും ഡ്രസ്സും ഇതൊക്കെ നമ്മൾ സെയിൽ വിടാൻ മേടിക്കും. നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സെയിൽ വരും, ഇപ്പോൾ ആരുമില്ല, നമ്മൾ എന്താ മേടിക്കാതെ? നമ്മൾ ഈ ഒരു സെയിൽ ഇല്ലാതെ ഒരു സ്റ്റോക്കിന് വില 500 രൂപ മേടിക്കാൻ തയ്യാറാണ്. പക്ഷെ ആ സെയിം സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്, ഒന്നും പേടിക്കാനില്ല, ഇറ്റ്സ് എ ഗുഡ് സ്റ്റോക്ക്. അത് 300 രൂപ, അയ്യോ വേണ്ട മേടിക്കാം. താഴെ പോയി. Why? So to answer your question, നമ്മൾ അത് സംസാരിച്ചില്ലേ, എവറി ക്രൈസിസ് ആൻ ഓപ്പർച്യൂണിറ്റി. ബട്ട് വെൻ there is a fire sale going, double up. If you ask me, every year I increase my SIP. Every year ഞാനിപ്പോൾ 100 രൂപ ഇടുവാണെങ്കിൽ അടുത്ത വർഷം 105 110 ആക്കും. സോ ദാറ്റ് ഇറ്റ്സ് എ മൾട്ടിപ്ലൈങ് എഫക്ട്. പോയിന്റ് നമ്പർ 2, എന്നൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് പൊട്ടിയിട്ടുണ്ട്, എൻ്റെ അടുത്തുള്ള മാക്സിമം ക്യാഷ് എടുത്തിട്ട് ഞാൻ ആ മ്യൂച്വൽ ഫണ്ട്സ് യൂണിറ്റ് എക്സ്ട്രാ മേടിക്കും. എന്താ കാരണം? സെയിൽ നടക്കുക, സെയിൽ മേടിക്കണം. തീർച്ചയായിട്ടും. നമ്മൾ ഡ്രസ്സ് മാത്രമല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ആക്കണം, ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ അത് അന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് സെയിൽ മേടിക്കേണ്ട ആവശ്യമില്ല, MRP മേടിക്കാം. അതെ, MRP തന്നെ വാങ്ങിക്കാം. എക്സാക്ട്ലി. തീർച്ചയായിട്ടും. അക്ഷയ് സാറോ?
is your സെയിം ഒപ്പീനിയൻ. ഇൻഫാക്ട് പറയുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 20% കറക്ഷൻ ഇസ് ജനറലി കൺസിഡർ ഒരു വളരെ ഡീസൻറ്റ് കറക്ഷനാണ്. ആൻഡ് മാർക്കറ്റ് 20% കുറയുമ്പോൾ you will have a lot of shares which have down 40%, good shares, because ആ പാനിക് ആയിരിക്കും ആ ടൈം. അപ്പോൾ നമ്മൾ എക്സെപ്റ്റ് ഫോർ സംതിങ് ലൈക്ക് ഫോർ എക്സാമ്പിൾ 2008 ഗ്ലോബൽ ക്രൈസിസ് ലെമൻ ഉണ്ടായിരുന്നു, കോവിഡ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ടൈമിലൊക്കെ മാർക്കറ്റ് ക്രാഷ്, ബ്ലാക്ക് സ്വാൻ ഇവൻറ്റ്സ്. ബട്ട് അല്ലാതെ നോക്കുവാണെങ്കിൽ നോർമൽ സർക്കംസ്റ്റാൻസസിൽ 20% ഇസ് എ വെരി ഡീസെൻറ്റ് ഫോൾ. ആൻഡ് ദാറ്റ്സ് ഓൾവേസ് എ ഗുഡ് ടൈം ടു ബൈ, ഓൾവേസ്. അപ്പോൾ ഓൾമോസ്റ്റ് ബൈ ഡിഫോൾട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഔട്ട് ഓഫ് എവറി 10 years യു വിൽ ഹാവ് ഓൺലി maybe at best 2 or maybe 3 at worst. അത്രയായിരിക്കും നമുക്ക് നെഗറ്റീവ് ഇയേഴ്സ്. ബാക്കി എല്ലാ ഇയേഴ്സ് പോസിറ്റീവ് ആണ് ജനറലി. ഒരു കഴിഞ്ഞൊരു 40 കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ. അപ്പോൾ ആൻഡ് ഒരു കൊല്ലം ബാഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ബൈ ഡിഫോൾട്ട് അടുത്ത കൊല്ലം നല്ലതായിരിക്കും. ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ്. സോ ഐ തിങ്ക് ഈ പറഞ്ഞ എവറി കറക്ഷൻ ഇസ് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് സ്പെഷ്യലി ഗിവൺ ഇന്ത്യൻ്റെ കണ്ടീഷൻ. ഇന്ത്യ യങ്ങസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്, ബിഗ്ഗസ്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ്, യങ് എംബീഷ്യസ് പീപ്പിൾ അറൗണ്ട്, എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ദ ഡെമോഗ്രാഫിക് വെച്ച് ഡിവിഡൻറ്റ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ബിഗ്. അപ്പോൾ ഇന്ത്യ അടുത്തൊരു 20 കൊല്ലം അറ്റ്ലീസ്റ്റ് ഒരു സെക്യുലർ സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും. ആൻഡ് മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ ഒക്കെ വരണം, അല്ലെങ്കിൽ പിന്നെ എഫ് ഡിയും മാർക്കറ്റിൽ എന്താ വ്യത്യാസം? എഫ് ഡിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? മറ്റേ വൺ സൈഡ് മറ്റേതാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇറ്റ് ഇസ് നോട്ട് അൺനാച്ചുറൽ, ഇറ്റ് ഇസ് നോട്ട് നാച്ചുറൽ. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ബൈ ഇൻ ഡിപ്സ്. ഓൾവേസ് ഗുഡ്. ആസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് സാറ് പറയുമ്പോൾ ലൈക്ക് സാർ എല്ലാത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ടാവും ഈ 30-35 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ബേസിക്കലി പ്രായം കൂടി എന്നല്ലേ പറയുന്നത്. അങ്ങനെ എടുക്കാം. പക്ഷെ അതൊരു ഭയങ്കര കറക്റ്റ്, എക്സാക്ട്ലി മെച്ചുവേർഡാന്ന് പറയാം. അപ്പോൾ അതിൽ സാർ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആ അപ്സ് ആൻഡ് ഡൗൺസിൽ? ഇപ്പം ഞാൻ പറഞ്ഞ ഈ കുറച്ച് പേര് പേപ്പറിൽ മാത്രം പ്രോഫിറ്റ് കണ്ടവരുമുണ്ട്. ഓക്കെ, വലയും എന്താ പറയുക, ഈ തലയും വാലും അങ്ങനെയും കിട്ടിയവരുമുണ്ട്, നടുക്കത്തെ കഷ്ണം കിട്ടാതെ പോയവരുമുണ്ട്. കാരണം അത് നല്ല ആൾക്കാർ, ഈ പറയുന്ന 10% ആൾക്കാർ കൊണ്ടുപോയവരുമുണ്ട്. അപ്പം ഈ വലയും ഇത് മാത്രം ഈ കിട്ടിയവരോട് സാറിന് എന്തായിരിക്കും പറയാനുള്ളത്? സെയിം തിങ്. ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് പറയുകയാണ്. ഈ കിറ്റെക്സിൻ്റെ ഐ ഗേവ് യു എ റീസൺ. 100 രൂപ, അതെ, 1000 രൂപ, ബാക്ക് ടു 100 രൂപ, എഗെയിൻ 1000 രൂപ. കുഡ് വി ഹാവ് ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അതിനൊരു പക്ക ആൻസർ പറയാൻ പറ്റില്ല. ബട്ട് ഇൻവെസ്റ്റ്മെന്റിലും എങ്ങനെ പറ്റാം ഈ വലിയൊരു മൂവ്മെന്റ്സ് വരാം. സോ ദാറ്റ്സ് ബീൻ എ വെരി ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് നമ്മൾ പതുക്കെ വളരെ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് ആസ് ഇഫ് ദ പ്രൈസ് ഗോസ് അപ്പ് disproportionately, ഒരു പാർട്ട് വിൽക്കുക, ആൻഡ് ദെൻ മേ ബി കണ്ടിന്യൂ ടു ട്രാക്ക് ദ ഷെയർ. വെൻ ദ വാല്യുവേഷൻസ് കം ഗുഡ്, ബൈ ഇറ്റ് ബാക്ക്. സോ മേ ബി യു വിൽ ആക്ച്വലി ബി മച്ച് ഹയർ റിട്ടേൺസ് ദാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 1000 വേണ്ട, ഒരു 700 രൂപയ്ക്ക് വിൽക്കുമായിരുന്നു, ആൻഡ് ദെൻ ഇറ്റ് കെയിം ഡൗൺ ടു 100-150, 200 രൂപയ്ക്ക് മേടിക്കുമായിരുന്നെങ്കിൽ എഗെയിൻ യുവർ ക്വാണ്ടിറ്റി വുഡ് ഹാവ് ബിൻ ഡബിൾ, യുവർ റിട്ടേൺസ് വുഡ് ഹാവ് ബിൻ ഹയർ, റൈറ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ദ ലെസൺ ഐ ഹാവ് ലേൺഡ് ഇസ് ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു സെൽ. നമ്മളൊരു പ്രോഫിറ്റ്സ് കാണുമ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് ലോട്ട് ഓഫ് ടൈംസ് യു ക്യാൻ സീ ബിഗ് പേപ്പർ പ്രോഫിറ്റ്സ് ബട്ട് ഫൈനലി ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ആസ് ഫാർ ആസ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് കൺസേൺഡ്. ട്രേഡിങ്ങിലും ഐ തിങ്ക് കൺസിസ്റ്റൻസി. സോ ട്രേഡിങ്ങിൽ അഗെയിൻ ഐ എം ടോക്കിംഗ് അബൌട്ട് മേ ബി ഒരു 10 കൊല്ലം മുമ്പ് അറൗണ്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷായി. ആൻഡ് വാട്ട് എവർ ട്രേഡിംഗ് വി യൂസ് ടു ഡു, ഞാനൊരു പൈസ അലോട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും പൈസയാണ് ട്രേഡിങ്ങിന് വേണ്ടി അലോട്ട് ചെയ്തത്, അത് 0 ആയി. So ideally I should have stopped trading, but markets were very bad annu, and I actually borrowed shares from a friend. Our shares margin nu koduthu and started. I was doing a strategy, speculation ആയിരുന്നില്ല, I was doing a particular strategy. അപ്പോൾ ഫ്രണ്ടിന്ന് ഷെയർസ് ബോറോ ചെയ്തിട്ട് അത് മാർജിനിൽ കൊടുത്തിട്ട് I started again and rebuilt, which was higher than the rebuild was much more than the losses that we had. അപ്പോൾ ഈ പറഞ്ഞ ഒരു ദാറ്റ് വാസ് എ ബിഗ് ലെസൺ ഫോർ മീ ഇൻ കൺസിസ്റ്റൻസി ഓൾസോ. അപ്പോൾ നമ്മൾ ആസ് ലോങ് ആസ് വി ആർ ഡൂയിങ് സംതിങ് ഫോർ ദ ലോങ് റൺ, ആസ് ലോങ് ആസ് വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് we will stick to our discipline at least 99% of the time. 100% of the time വളരെ rare. I don't think I've seen anyone with 100% discipline, but if you can keep your discipline at even 95%, I think it's good. അപ്പോൾ ഒരു strategy, do it consistently, have confidence in yourself,
have the confidence in the markets, trading also can be profitable. Okay. But Yes. I'll repeat that Yes. trading, speculation are two different things. Correct. Trading is a strategy, Yeah. is based on something. Speculation is based on SMS and WhatsApp. Yes. So, have I ever speculated? Not really. Strategically, paisa പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് I would have lost some money in speculation and all that. എപ്പോഴെങ്കിലൊക്കെ ചെയ്യുമല്ലോ, ഇത്രയും Yes, ട്രേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. തീർച്ചയായിട്ടും. But overall, as long as you know what you're doing and you're following that strategy, even there you will lose money. But if you're consistent, end of the day you will make money. സർ അതാണ് എന്തൊക്കെ trading experience. ഡിസിപ്ലിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സർ അതിൽ നോക്കിയിട്ടുണ്ട് ദാറ്റ് യു ഹാവ് ടോൾഡ് അബൌട്ട് ദ ടൈം, അബൌട്ട് യുവർ ഐ മീൻ ഓരോ ദിവസം സർ ചിട്ടയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ആ ചിട്ടയിൽ എന്തൊക്കെ സർ ചെയ്തിട്ടുണ്ട്? ലൈക്ക് ഇന്നലെ ഇപ്പോൾ സർ പറഞ്ഞു ഇതിനകത്ത് പൈസ നഷ്ടപ്പെട്ടതും സർ പറഞ്ഞു. ആ നഷ്ടപ്പെട്ടത് അവിടെ വെച്ച് സർ സ്റ്റോപ്പ് ചെയ്തോ, അതോ സർ അതിൽ നിന്ന് വീണ്ടും ഏൺ ചെയ്യാൻ ശ്രമിച്ചോ, അതോ യു സ്റ്റോപ്പ് ദയർ? See, theoretically പറയുമ്പോൾ what they say is once you lose the money, stop, which in normal circumstances is right. But in the particular case, I knew that it's a strategy. I've been doing it for years. യെസ്. Okay, when markets go bad, I will lose money. Okay, യെസ്. but when markets go good, I will make more. Yeah. അപ്പോൾ ആ ഒരു ആംഗിളിൽ I didn't give up. I borrowed and I continued to trade and I made up. More than That's made it. up. Very So again boils down to the same thing: consistency, discipline, strategy. ഇത് മൂന്നും ഉണ്ടെങ്കിൽ and knowledge. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ട്രേഡിംഗ് can be profitable. തീർച്ചയായിട്ടും. Any one missing, യെസ്. your chances of making money reduce. മിക്ക സ്ഥലത്ത് ഒരെണ്ണമല്ല മിസ്സിങ്, 4 മിസ്സിങ്. ഒന്നുമില്ല. That is why people lose money. ദാറ്റ് ഇസ് ഇറ്റ്. സാറിൻ്റെ എക്സ്പീരിയൻസിലോ ഇപ്പോൾ എക്സ്പീരിയൻസ് ചോദിച്ചാൽ മിസ്റ്റേക്സ് ചെയ്തിരുന്നോ ചോദിച്ചാൽ ഇഷ്ടംപോലെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് മിസ്റ്റേക്ക് ചെയ്യാതെ യു വിൽ നോട്ട് ഗ്രോ ഓൾസോ. സോ ഐ ക്യാൻ ഗിവ് യു സോ മെനി എക്സാമ്പിൾസ്. ഹി ഗേവ് എ എക്സാമ്പിൾ ഓഫ് കിറ്റെക്സ്. ഞങ്ങളുടെ റിസർച്ചിൽ വി ഹാവ് എ പേഴ്സൺ റിയലി ഗുഡ് എക്സ്പേർട്ട് കോൾ ഗിരീഷ്. സോ സം ടൈം ബാക്ക് പുള്ളി ഒരു കൗണ്ടർ പറഞ്ഞു, JWL പറഞ്ഞു, ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. അദ്ദേഹം വന്ന് പറഞ്ഞ ഒരു 60-65 രൂപ റേഞ്ച് ആയിരുന്നു. പുള്ളി സാറ് നല്ല കൗണ്ടറാണ്, മേടിച്ചോ, നല്ലൊരു ബൂം വരാൻ ചാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിക്കാൻ നോക്കിയപ്പോൾ തന്നെ ഒരു 65 രൂപേൻ്റെ ഷെയർ ഒരു 85-90 രൂപയായി. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നു ഗിരീഷ് പകുതി 50% കയറി. അപ്പോൾ ഞാൻ എന്തോ 2000 ഷെയർ എന്തോ മേടിച്ച് നമുക്കൊന്ന് കുറേ ഇപ്പോൾ മേടിക്കാമെന്ന്. അതിൽ എത്ര പോയെന്നറിയോ ആ കൗണ്ടർ? 700 രൂപ. അതെ. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, വാട്ട് ഐ ലേൺ ഫ്രം ദാറ്റ് മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റലി റിയലി ഗുഡ് സ്റ്റോക്ക്, extremely healthy company. And it was supported by a boom in the railway industry. Yeah. All railway stocks were going up. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റോക്ക് എല്ലാം ഫൈനലൈസ് ചെയ്ത് മേടിക്കും വേണം. പക്ഷെ അന്ന് ഞാൻ ആ ചെറിയ ഫിയർ വന്ന കാരണം, ഞാൻ അന്ന് ഗ്രീഡി ആവേണ്ട സമയമായിരുന്നു. ആക്ച്വലി അന്ന് ഞാൻ ആ ചെറിയ ഫിയർ കാരണം ഐ മിസ് ദി എൻറ്റയർ ഓപ്പർച്യൂണിറ്റി. ചില്ലറ കാശുണ്ടാക്കി. പക്ഷേ വാട്ട് ഐ കുഡ് ഹാവ് മെയ്ഡ് വാട്ട് ഐ മെയ്ഡ് വാസ് വെരി സ്മോൾ. സിമിലർലി നമ്മുടെ എല്ലാവരുടെ പോർട്ട്ഫോളിയോയിൽ കുറേ നല്ല സ്റ്റോക്സ് ഉണ്ടാവും, പക്ഷേ കുറേ കച്ചറ സ്റ്റോക്സ് ഉണ്ടാവും. ആ സ്റ്റോക്സ് അവിടെ തന്നെ കിടക്കും. ചിലപ്പോൾ 100 രൂപയ്ക്ക് മേടിച്ച സ്റ്റോക്ക് ചിലപ്പോൾ 5 രൂപയ്ക്ക് കാണും. ജങ്ക് സ്റ്റോക്സ് എന്ന് പറയും, പെനി സ്റ്റോക്സ് ഒക്കെ പറയും. ഐ തിങ്ക് വി നീഡ് ടു ഐ എം ടോക്കിംഗ് മൈസെൽഫ്, ഐ ഹാവ് ഡൺ ദിസ് മിസ്റ്റേക്ക്. ഐ ഹാവ് നോട്ട് ക്ലീൻ ദാറ്റ് പെനി സ്റ്റോക്ക്. നമ്മുടെ റിസർച്ച് ടീം ഓൾവേസ് പറയും ക്ലീൻ ഇറ്റ് അപ്പ്. അത് എന്തായാലും ഇറ്റ്സ് എ മണി ലോസ്റ്റ്. ദ കമ്പനി ഈസ് നോട്ട് ഫണ്ടമെൻ്റലി ഗുഡ്, ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഫോർ സം റീസൺ ഞങ്ങളുടെ ചെയർമാൻ അനന്തരാമൻ സാറുണ്ട്, സാർക്കൊരു ഡയലോഗുണ്ട്, മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാ വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ഇഷ്ടമല്ല, പക്ഷേ ലോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സാർ എന്താ അങ്ങനെ പറയണം? അപ്പോൾ പുള്ളി പറയും പ്രോഫിറ്റ് നമ്മുടെ ഭാര്യ പോലെയാണ്, ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ച് അപ്പം തന്നെ നമ്മൾ വിടും. പക്ഷേ ലോസ് ഗേൾ ഫ്രണ്ട് പോലെയാണ്, ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം വെച്ചാൽ നിങ്ങളൊരു ആലോചിക്കും, ഒരു സ്റ്റോക്ക് മേടിച്ച് 100 എന്ന സ്റ്റോക്ക് 150 രൂപയായി, നമ്മൾ അപ്പം തന്നെ വിറ്റ് മാറും. നമുക്ക് ലാഭം ഇഷ്ടമല്ല. സ്വഭാവം എന്ന് വെച്ചാൽ പേടി, അയ്യോ പൊട്ടിയാലോ നമ്മൾ വിറ്റ് മാറും. 100 എന്ന സ്റ്റോക്ക് മേടിച്ച് 90 നമ്മൾ കെട്ടിപ്പിടിക്കും, 80 ഇനിയും കെട്ടിപ്പിടിക്കും, 70 ഫുൾ ടൈറ്റ് കെട്ടിപ്പിടിക്കും. എന്താ കാരണം വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പഠിക്കില്ല, ലോസ് എന്തായാലും ബുക്ക് ചെയ്യില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലേൺ that you need to learn to book your losses and learn to book your profits. It's a big lesson that we have learned in our life, both professionally and in the stock market, because always ആ ഒരു പോയിന്റ് എവിടെയൊക്കെ ഞങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ട്, we have been successful. Every day we have lost the rules, those stocks are still lying in the junk in the office even today. Yes. So
ഐ ക്യാൻ ഷെയർ മോർ എക്സ്പീരിയൻസസ്. ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ്, ഇൻഡസ്ട്രിയിലാണ്, എന്നിട്ടും പോലെ അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ടൈം ആൻഡ് വി ആർ ഓൾവേസ് ഇൻവെസ്റ്റഡ് ഇൻ സ്റ്റോക്സ്. എന്നിട്ട് പോലെ വി ആസ് എൻ ഓർഗനൈസേഷൻ, ആസ് ഇൻഡിവിജ്വൽസ്, വി ടുക്ക് എ കോൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഒരു പെർസെൻറ്റേജ് ഓഫ് അവർ പോർട്ട്ഫോളിയോ വി ആർ ഗോയിങ് ടു ഷിഫ്റ്റ് ടു മ്യൂച്വൽ ഫണ്ട്സ്. Okay, great. I'm not talking about individuals who don't know the markets. We know the markets. എന്നിട്ടും പോലെ we took the decision that we will shift a percentage of our folio into SIPs every month. Quietly over the last 5, 6, 7 years. From a 100% direct stock investment book, today that SIP book has become almost 25-30%. So a book which you build in 20 years has slowly getting balanced out by getting good mutual funds. So I think even if you want to invest in good stocks, a counterbalance na vandi, keep some money in good SIPs, because SIPs are managed by India's best houses. Their knowledge, their experience, their access to information is far more than an individual company or an individual. So keep a counterbalance. This will give you returns in the long term. Okay. So that is my experience. That's it. Very good, sir. It's a like നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് ഉണ്ടാവും ഒരു എക്സ്പീരിയൻസ് വരാൻ ആഫ്റ്റർ ഇത്ര എക്സ്പീരിയൻസിൽ. ഇതിലൊക്കെ ആർ യു ഹാപ്പി? 100%. അതാണ് വേണ്ടത്. അതില്ലാത്തവരാണ് ഒരിക്കലും വിജയിക്കാത്തത്. സാറ് പറഞ്ഞ പോലെ ഈ 90% പുറയിലാണ് നമ്മളെല്ലാവരും, ഇല്ലേ? ആ 90% എവിടെയാണ് ലൂസ് ചെയ്യുന്നത്, പക്ഷേ ഈ 10% പുറയിൽ ആരും പോകുന്നില്ല. അതാണ് നമ്മളുടെ കുഴപ്പം. സാർ ഈ പറയുന്നല്ലോ ഈ മ്യൂച്വൽ ഫണ്ട്സ്, ഈ സ്റ്റോക്സിൽ ലൂസ് ചെയ്യുമ്പം അറ്റ് ദ സെയിം ടൈം സാറ് പറയുന്ന പോലെ അവിടെ മ്യൂച്വൽ ഫണ്ട്സിലും നമുക്ക് എപ്പോഴും വേണം ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും ഞാനൊരു എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ മോസ്റ്റ് മോമെന്റ് വിച്ച് ഹിറ്റ് മീ, ചിലപ്പോൾ യു ഹിറ്റ് ദറ്റ് മോമെന്റ്. സോ ഞങ്ങളെല്ലാ ഫ്രണ്ട്സായിട്ടും സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കോമൺ ഡയലോഗായിരുന്നു ദാറ്റ് എടാ നോക്കടാ ഈ സ്ഥലം അന്ന് അച്ഛൻ 10,000 രൂപ സെന്റ് ഉണ്ടായുള്ളൂ, ഇപ്പൊ 1 കോടിയായി. അച്ഛനാണെങ്കിൽ ഒരു വിവരവും ഇല്ല. അന്ന് ഒരു ഏക്കർ മേടിച്ച് വെച്ചാൽ പോരെ, ഇനി ഒരു 10 സെന്റ് മേടിച്ചാൽ പോരെ. അന്ന് സ്വർണം 3,000 രൂപ 4,000 രൂപ ഉള്ളൂ. ഒരു 100 ഗ്രാം മേടിച്ചാൽ വല്ല വിഷമമുണ്ടോ? അന്ന് മറ്റേ ഈ സ്റ്റോക്ക് ഇൻഫോസിസ് 20 രൂപയ്ക്ക് വന്നാണ്, കുറച്ച് സ്റ്റോക്ക് മേടിച്ച് വെച്ചാൽ പോരെ. ഒരു സ്ഥിരം ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കേട്ടിട്ടുമുണ്ട്. പക്ഷേ വാട്ട് ഹിറ്റ് മീ വാസ് വൺസ് വെൻ വി വർ ഹാവിംഗ് ദിസ് കോൺവെർസേഷൻ ആൻഡ് ഐ ആസ്ക്ഡ് എ ഫ്രണ്ട് ദാറ്റ് നീ എത്ര മേടിച്ചു, നീ എത്ര സ്ഥലം മേടിച്ച്, നീ എത്ര സ്വർണം മേടിച്ച്, നീ ഏതൊക്കെ സ്റ്റോക്സ് മേടിച്ച്? അപ്പോൾ അയ്യോ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല, 100 കഥയുണ്ട്. അപ്പോൾ നാളെ നിന്റെ കുട്ടി നിന്റെ പറ്റി ഇതെന്നെ പറയും. നമ്മുടെ അച്ഛന്മാരെ അമ്മമാരെ പോലെ പറയാം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ പിള്ളേർ നമ്മളെ പറ്റിയും ഇതെന്നെ പറയും. So for me as a call to action was this one point. I should not allow my children to say this about me. Thank you. Underlying rule is investing is not an option. ഇന്ന് കമ്പ്യൂട്ടർ ഓടിക്കാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ ഒരു ഓപ്ഷൻ അല്ല, കാർ ഓടിക്കാൻ ഒരു ഓപ്ഷൻ അല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യു. യെസ്, എക്സാക്ട്ലി. സാർ മുമ്പേ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ നമുക്ക് സാർ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് സ്വിമ്മിങ് ഇറങ്ങിയാലേ പഠിക്കാൻ പറ്റും, ഒരു സംശയമില്ല. ഇല്ലേ? ഇതിൽ ഇറങ്ങിയാൽ മാത്രമേ ഈ ആൾക്കാരെ പേടി മാറണം. ഇതിലിറങ്ങിയാൽ മാത്രമേ ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ളൊരു നോളജ് അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക ജീവിത ശൈലി ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ആരും ഇറങ്ങുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സ്ത്രീകളായാലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയാലും ചിലർക്ക് പേടിയുണ്ട്, ഇറങ്ങുന്നുണ്ട് ആൾക്കാർ, എന്നാലും പറയാം. പക്ഷേ സാറിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ആക്ച്വലി നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. സോ ഹൗ യു മെയ്ഡ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വാച്ചിങ് ദിസ് അവർക്കെല്ലാവർക്കും ശരിക്കും നല്ലൊരു ഐ ഓപ്പണിംഗ് ആവട്ടെ എന്ന് നമുക്ക്. ഐ വിൽ വൈൻഡ് അപ്പ് വിത്ത് 2 സ്മോൾ ടിപ്സ്. ഒന്ന്, ഞങ്ങൾ സാധാരണ പിള്ളേർക്കൊരു അസുഖമുണ്ട്, അമ്മമാർ പറഞ്ഞാൽ കേൾക്കില്ല. എനിക്ക് എന്തെങ്കിലും അസുഖം എന്തായാലും ഉണ്ട്. സോ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് തുടങ്ങിയപ്പോൾ തന്നെ അമ്മ പറയടാ നീ എല്ലാ മാസം 1 ഗ്രാം സ്വർണം മേടിച്ചു വെക്ക്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, ചത്താലും കേൾക്കൂല. അപ്പോൾ അമ്മ പറയുന്ന ലോജിക്ക് എന്താ വെച്ചാൽ നീ 1 ഗ്രാം മേടിച്ചു വെച്ചാൽ കുട്ടി വലുതാവുപ്പ് നിനക്ക് എല്ലാ മാസം 1 ഗ്രാം ഇസ് ഓൺലി എ നമ്പർ, 1 മേടിക്ക് 10 മേടിക്ക് വാട്ട് ഡിസീസ്. അന്ന് ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് അന്ന് മേടിച്ചിരുന്നെങ്കിൽ by the time the children ready for marriage, you would have a chunk of, right? So that was one thing which is a key takeaway from a housewife. My mom is a housewife, so homemaker. Second, one rule that we have started in our house is that
ഇപ്പോൾ പിള്ളേർ ഫോർ എക്സാമ്പിൾ ബ്രദേഴ്സ് ചിൽഡ്രൻ ആർ സ്റ്റാർട്ടഡ് വർക്കിംഗ്. So when they started working itself, or my sister's children working, one rule we put is first salary thottu a percentage of your income, and it cannot be 5%, 10%. A good percentage of your income has to go for SIP. വെരി ഗുഡ്. സോ അത് ഞങ്ങളുടെ വീട്ടിലൊരു കൾച്ചറാക്കിയത്. ഓക്കെ. അപ്പോൾ പിള്ളേർ കംപ്ലയിൻറ്റ് ചെയ്യും, ഞങ്ങൾക്ക് എല്ലാം കൂടി കാശ് സാലറി കിട്ടപ്പോൾ ഫസ്റ്റ് തിങ് പിള്ളേർക്ക് വേണ്ടി അടിച്ചു പൊളിക്കാനാണ്. എന്നിട്ട് പോലും ഞങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു പെർസെൻറ്റേജ് മാറ്റിയിട്ട് SIP ആക്കിയേ പറ്റൂ. സോ തുടക്കപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ നൗ ദാറ്റ് ദേ ഹാവ് സീൻ ദ റിട്ടേൺസ്, അവർക്കൊരു സേവിങ് വരാൻ തുടങ്ങി. ദേ ആർ സൂപ്പർ ഹാപ്പി. ഇനി അവർക്ക് പറയേണ്ട, എല്ലാ വർഷവും സാലറി കൂടുമ്പോൾ അവർ തന്നെ ഒരു പെർസെൻറ്റേജ് മാറ്റി വെക്കാൻ തുടങ്ങി. പിന്നെ അതിനൊരു ഗുണമുണ്ട് കേട്ടോ. SIP ഏറ്റവും നല്ല ഗുണം എന്താണെന്നറിയോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴില്ലേ, നമ്മൾ എല്ലാ മാസം പൈസ ഇടുന്നുണ്ട്, അത് ഗ്രോ ചെയ്യണു, പ്ലസ് റിട്ടേൺ കിട്ടണു. അപ്പോൾ നമ്മൾ ഈ ആപ്പ് എടുത്ത് നോക്കുമ്പോഴേ ഒരു സന്തോഷം. ഈ മാസം 50,000, അടുത്ത മാസം 1,10,000, നമ്മുടെ പൈസ ഇടുന്നത് തന്നെയാണ്, ബട്ട് നമ്മൾ ആ ഗ്രോത്ത് കാണും. അതിൽ കിട്ടണ സുഖമില്ല, അത് ഭയങ്കര സുഖമാണ്. തീർച്ചയായിട്ടും. ഒരിക്കലും FD ഇട്ടാൽ അത് കാണാൻ പറ്റില്ല. എക്സാക്ട്ലി. ആൻഡ് ആ ഗ്രോത്ത് ഗിവ്സ് യു, നമ്മൾ ആ ഫിഗേഴ്സ് കൂടി വരുന്നത് കാണുമ്പോഴേ നമുക്കൊരു എക്സൈറ്റ്മെന്റ്. പിന്നെ ഒരു ഓവറോൾ ഒരു സമറൈസ് ചെയ്യുവാണെങ്കിൽ, the simplest way to create wealth, simplest way, invest regularly, keep increasing SIP. ഏറ്റവും സിമ്പിൾ. ഞാൻ പറഞ്ഞ 4 അടി വെള്ളം അതാണ്, ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇറ്റ്സ് എ ബോറിംഗ് തിങ്, ബട്ട് ദ ഷുവർ ഷോട്ട് ലോങ് ടേം വേ ഓഫ് മേക്കിംഗ് മണി is invest regularly in SIPs. അത് മാത്രം ചെയ്താൽ മതി. വേറെ if you don't have the time, don't have the knowledge, അത് മാത്രം ചെയ്താൽ മതി. That will make sure that you make wealth. Okay. Anyway, thank you so much, sir. Thank you. We had a good time. Thank you so much. Yes, we had good time. Absolutely. Yes. Thank you so much.